ഞാൻ ഈ രംഗം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പക്ഷി പെടഞ്ഞ് വീണിച്ചാൽ എന്തോ ഇത് കാറ്റത്താണോ ഈ കാറ്റ് എന്തോ അറിയില്ല എൻ്റെ മുമ്പിലേക്ക് വന്ന് പെടഞ്ഞ് വീണത്. കഞ്ഞി എന്നുള്ള വാക്ക് കഞ്ഞിയായിട്ട് എങ്ങനെയാണ് മാറിയെന്നുള്ളതാണ്. പേറ് എന്നാണ് പറയുക. വെച്ചാൽ പേര് പെറ്റു, അത് അവള് പെറ്റു, അപ്പുറത്ത് ഇപ്പുറത്ത് പെറ്റു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട മുരളി മാഷാണ്. മുരളി മാഷ് ഏകദേശം 30-ൽ കൂടുതൽ വർഷം പ്രവാസ ജീവിതം നയിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം നാട്ടിലേക്കൊരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ആ യാത്ര പോകാൻ ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് നേരം സംസാരിക്കുകയാണ്. നമസ്കാരം മാഷെ. നമസ്കാരം. മാഷ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന് വേണ്ടി അല്ലെങ്കിൽ മലയാളത്തിലൂടെ തന്നെ ജീവിക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ പ്രചോദനം എന്താണ്? അല്ല, ഇത് ഞാനൊക്കെ ഈ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വായനയുടെ ഒരു കാലഘട്ടത്തിൽ ഈ സുഗതകുമാരി എനിക്ക് ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു ഒരു ഒരു ക്രേസായിരുന്നു. ശരി. അപ്പം അന്ന് വീട്ടിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ മുകളിൽ മറ്റേ ഒരു മുറിയുണ്ട്, അവിടെ ചെന്നിരുന്നിട്ട് നാട്ടുകാരെ മുഴുവനും കേൾപ്പിക്കുന്നതിന് ഉറക്കെ ഇരുന്നിട്ട് കൃഷ്ണ നീ എന്നറിയില്ല, ഇനി ഈ മനസ്സിൽ കവിതയിൽ ഇങ്ങനത്തെ സംഗതികൾ ഇരുന്ന് ഉറക്കിരുന്ന് ആലപിക്കും. ഈ ആലപിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഒരു 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 നമ്മൾ പറയില്ല ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് ശരിക്കും. ഈ അവസ്ഥയിലൂടെ ഇത് മാത്രമല്ല കേട്ടോ, ചങ്ങമ്പുഴയുടെ അങ്ങനെ തന്നെയാണ് ചങ്ങമ്പുഴയുടെ വരികൾ, ഇപ്പോൾ ഇടശ്ശേരിയുടെ വരികളായാലും ആ ഒരു കാലഘട്ടത്തിൽ ശരിക്ക് ആ ചെറുപ്പത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ ചൊല്ലിയും പറഞ്ഞും കേട്ടും അന്ന് കവിത മറ്റേ ഈ ഇന്നത്തെ മാതിരിയല്ല, ഈ എന്തായാലും പറയുക കവിയരങ്ങുകളുണ്ട്. കവിയരങ്ങുകളുടെ ഒരു കാലവുമായിരുന്നു ശരിക്കും. അന്ന് കടമ്മനിട്ടൊക്കെ പല സ്ഥലത്തും വെച്ചിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് കാസറ്റായപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുന്നുമില്ല ശരി, കാരണം അത് ഡയറക്റ്റായിട്ട് അദ്ദേഹം ചൊല്ലുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു ആവേശം വർഷങ്ങളോളം എൻ്റെ ഉള്ളിൽ കാരണം അതാണ് കവിതയുടെ ആ ഒരു 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 നൃത്തം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ അനുഭവിച്ചിരുന്നു ശരിക്കും. ആ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ആ പഴയ രീതിയിൽ താളത്തോടുകൂടി വരികൾ ശ്രദ്ധിച്ച്, ഇപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോമ്പ് കാലത്തെ കവിതകളിലൊക്കെ ഞാൻ ഇസ്ലാമും ഖുറാനും പഠിക്കാൻ അത് ഞാനൊരു സ്ഥലത്ത് കൂടെ അങ്ങനെ ഓരോരുത്തരിരുന്ന് അറിയുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ സമയം ഇതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ലാംഗ്വേജിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഈ ഉ ഈ ഒരു ഓർഡറിലായിരിക്കും വരികൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റുന്ന കഴിഞ്ഞാൽ ഒരേ ഒരു അക്ഷരത്തിലായിരിക്കും. ഇപ്പം നാ യിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നായിൽ മാത്രം അത് കൊണ്ടുപോകും. റാ അതും വരെ ചെയ്തിട്ടുണ്ട് ഞാൻ. റാ എന്നൊക്കെ പറഞ്ഞ് വളരെ റയറായിട്ടുള്ള, പക്ഷേ അവിടെ ഞങ്ങൾക്ക് അറബി പദങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ അതല്ലാത്ത പദങ്ങൾ വേണ്ടി വരും. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ആരെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ലാംഗ്വേജിനെ എത്ര നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്, നമ്മൾ വെറുതെ വായ തോന്നിയത് അതേപോലെ പറയുന്നതല്ല സാഹിത്യം. വളച്ചു കെട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഭാഷയെ മെരുക്കി കൊണ്ടുവന്ന് നമ്മളതിനെ എന്ത് ചെയ്യണം, ഏറ്റവും നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകണം ശരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യാതെ അതങ്ങനെ വളർന്നോളും. ഇനി മലയാള ഭാഷയ്ക്ക് ഈ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാള ഭാഷയുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം മറ്റു ഭാഷകളിൽ നിന്ന് പദങ്ങൾ ഇങ്ങനെ മേടിച്ച് നമ്മുടേതായ പദങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രാദേശിക, അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നു, പ്രാദേശിക പദങ്ങളോടൊക്കെ നമുക്ക് ഒരുതരം പുച്ഛാണ്. ഏറ്റവും നല്ല ഉദാഹരണം കഞ്ഞി എന്നുള്ള വാക്ക് കഞ്ഞിയായിട്ട് എങ്ങനെയാണ് മാറി എന്നുള്ളതാണ്. നമ്മളത് അവനൊരു കഞ്ഞിയാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും. കാരണം കഞ്ഞി എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും സമ്പന്നമായ, സമ്പുഷ്ടമായ, ഏറ്റവും എന്താ പറയുക ആരോഗ്യകരമായ ഭക്ഷണമായിരുന്നു. പക്ഷെ ഈ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് അങ്ങ് മാറ്റി അവനൊരു കഞ്ഞിയാണ്. ഇനി ഇതേപോലത്തെ ഒരു കാര്യമാണ് ഭാഷയുടെ പരിണാമം. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഈ പേര് എന്നാണ് പറയുക. വെച്ചാൽ പേര് പെറ്റു, അത് അവള് പെറ്റു, അപ്പുറത്ത് പെറ്റു.
പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി, സംസ്കൃതത്തിൻ്റെ അധിനിവേശം വന്നപ്പോൾ പതുക്കെ പതുക്കെ അത് പ്രസവിച്ചു എന്നായി മാറി. അവിടെ മാറ്റി, കാരണം സംസ്കൃതം ചേർത്തു അവിടെ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എന്തായി, ഡെലിവറി എന്നായിട്ടത് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമുക്ക് ഈറ്റില്ലം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുക ലേബർ റൂം എന്നാണ്. നമ്മളിപ്പോൾ ആ ഭാഷയില്ല, നമുക്ക് അതിൽ നിന്ന് പോയത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ അടുത്ത ദിവസം KMCC പ്രസംഗിപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റേ ഈ ഇവിടെയൊക്കെ ഈ മെട്രോയിൽ കണ്ടിട്ടില്ലേ, നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും. അപ്പോൾ ഇനി വരെ പോവാ നൃത്തം. ആ വാക്ക് ആലോചിച്ച് നോക്കണം. എന്നുവെച്ചാൽ നൃത്തമല്ലാട്ട, നൃത്തം എന്നാണ്. സ്റ്റോപ്പ് എന്നതിനുള്ളൊരു വാക്ക് അവർ കണ്ടെത്തുകയാണ്. എന്തൊരു രസമാണ് അത് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ, നമ്മുടെ തനിമയെ, നമ്മുടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, വലിച്ചെറിഞ്ഞ് കളയുകയാണ്. എന്നിട്ട് ഈ വക വാക്കുകളൊക്കെ മോശമാണെന്ന് വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്ഥാനത്തേക്ക് ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ സംസ്കൃതത്തെ, മറ്റുള്ള ഭാഷകളിൽ നിന്ന് വരുന്നതിനെ നമുക്ക് പറയാൻ പണ്ട് കാലത്താണ്, ഇന്ന് നമുക്കത് കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ഭാഷയെ എന്താക്കി മാറ്റുകയാണ്, ഒറിജിനൽ അല്ലാത്തൊരു ഭാഷയാക്കി മാറ്റുകയാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം ശരിക്കും. കാരണം ഭാഷയോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്, ഈ തമിഴിന് ഞാൻ ഇത് പറയല്ല, അവർ പുറത്തൊക്കെ അവർ ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അവർ തമിഴേ പറയും. അതാണ് അവരുടെ സ്നേഹം. നിങ്ങൾക്ക് കാരണം എന്തുകൊണ്ട് നമുക്കത് പാടില്ല? നിങ്ങളുടെ ഭാഷ അത്ര മോശമാണോ? മലയാളം അത്ര മോശമൊന്നുമല്ല. ഇപ്പോൾ കുമാരനാശാൻ്റെ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ, ഇടശ്ശേരിയുടെ അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ, ഇവരൊന്നും കവിതകളും മോശമല്ല. തകഴിയുടെ, ബഷീറിൻ്റെ, പൊറ്റക്കാട്, ഇതൊക്കെ ക്ലാസിക്കുകളാണ് ശരിക്കും. എത്ര വലിയ സാഹിത്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാഷ. പക്ഷേ നമുക്കിതൊന്നും വേണ്ട. നമ്മളിതൊക്കെ പതുക്കെ വലിച്ചെറിയാണ്. എന്നിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് വേറെ പലതിനെയും കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമുക്കറിയാം, വൃദ്ധസദനങ്ങൾ, വയസ്സായവർ ഇതാക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്. അതെ അതെ. അതിന് കാരണം എന്താണ്? ഇതിൻ്റെ ഒരു ഈ എന്താ പറയുക, റിഫ്ലക്ഷൻ കൂടിയാണത്. കാരണം എന്ന് പറയുന്നത്, നമ്മൾ യൂറോപ്യൻസിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി നമ്മുടെ അമിതമായി. ശരിക്കും അത് അവരുടെ ജീവിത ശൈലി നമ്മൾ ആസ്വദിച്ചു തുടങ്ങി. നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ കൂടുതൽ അവർ, കാരണം ഇപ്പോൾ കേരളത്തിൽ വസിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ കുറഞ്ഞു വരികയാണ്. ഓരോ വർഷവും 2 ലക്ഷത്തിനോ അതിനും മേളിലോ ആൾക്കാർ മറ്റു രാജ്യത്തേക്ക് അവർ നാഷണാലിറ്റി എടുത്ത് അവർ സേഫ് ആവുകയാണ്. കാരണം നമ്മുടെ അപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ജനറേഷനോ അതിൻ്റെ അടുത്ത ജനറേഷനോ പിന്നെ കേരളത്തിലേക്ക് വരാതെ അത് വൃദ്ധരുടെ മാത്രം ഒരു സ്ഥലമായിട്ട് മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും അത് വേണ്ട. കാരണം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുപാട് പറയുന്നത് ഇപ്പോൾ സാഹചര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും സംഗതി എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കും അറിയാം ഇവിടെയുള്ള പോലത്തെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു ബന്ധം അവിടെ കിട്ടണമെന്നില്ല എനിക്ക്. പക്ഷേ അവിടെ ചെന്ന് ആ മഴയൊക്കെ കൊണ്ട് പുറത്തിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ ലോകത്തൊരിടത്ത് പോയാലും കിട്ടില്ല. അതൊക്കെ സത്യമാണ്. ശരിക്കും ഈ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പം ഫ്ലൈറ്റ് താഴാനായിട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പച്ചപ്പും കടലും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഒരു പക്ഷേ ഈ പ്രവാസം സ്വീകരിച്ചവർക്ക് മാത്രമായിരിക്കും അത്ര കൂടുതൽ അനുഭവം. ശരിയാണ്, ദൂരേക്ക് പോകണവർ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ സ്നേഹമായാലും സംസ്കാരം. ഇപ്പോൾ ഓണൊക്കെ കണ്ടിട്ടില്ല, ഇവിടെ തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല എത്ര ആനേനെ വരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോയി സിനിമമായി, ഈ വീഡിയോ ആയി, അല്ലെങ്കിൽ മറ്റേ ടെലിവിഷനായി. പക്ഷെ ഇവിടെ അതല്ല. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കാൻ പോവില്ല. അവർക്ക് ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷം തന്നെയാണ്. അത് ഓരോന്നിനും. പിന്നെ ഇതൊന്നും അല്ല. ഇപ്പം ഞാൻ അടുത്ത ദിവസം കണ്ട വേറൊരു രസം, നമ്മുടെ ഓണസദ്യ ഉണ്ട്, വിഷു സദ്യ ഉണ്ട്, ദാ ഹോട്ടലുകളിൽ ക്രിസ്തുമസ് സദ്യ. ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ഒരു ഹോട്ടലിൽ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 30 ദിർഹം, ഇത്ര വിഭവങ്ങൾ, അതിൽ മീൻ അതൊക്കെ ഉണ്ടാവും. കാരണം ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ വെജിറ്റബിൾ സദ്യ അല്ലല്ലോ. ഞാനതിരുന്നിട്ട് ഇങ്ങനെ, മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉണ്ടായിരുന്നോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. മുമ്പ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ കുറച്ചുകൂടെ ഇപ്പം കുറച്ചുകൂടെ കൊമേഴ്സ്യലൈസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ രാഷ്ട്രീയത്തിന് പറയല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യലായത് ഇല്ലാതിരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ, അതായത്
നമ്മുടെ സ്വർണം വാങ്ങാൻ ഏറ്റവും ആ. അത് എന്താ അക്ഷയ തൃതീയ എന്ന് പറയും. തൃതീയ. അത് ശരിക്കും നന്നായി മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. അത് അല്ല, നമ്മുടെ പണ്ട് കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും മാർക്കറ്റ് ചെയ്തു ആൾക്കാർ. അല്ല, അപ്പൊ നിങ്ങൾക്ക് സ്വർണം വാങ്ങാനൊരു ദിവസമാക്കി. ദിവസമായി. അല്ല, കാരണങ്ങൾ വരില്ല, പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്നത് അഗർബത്തി പോലെ അതെ, സൈക്കിൾ ഫാൻ അഗർബത്തിയുടെ പരസ്യമാണ്. പരസ്യമാണത്. അതെ, അതെ. പക്ഷേ അതൊരു സത്യമാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിങ്ങളോട് പറയുന്നത് ഇന്നത് നിങ്ങൾ ചെയ്യേ, നിങ്ങൾക്ക് ഇന്നത് കിട്ടും, ഇന്ന ദിവസം നിങ്ങൾ ചെയ്യേ എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ടൈം ടേബിളിനെ ഇത് തന്നെയാണ് ഗ്ലോബലൈസേഷന്റെ വേറൊരു രൂപം. സത്യല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാർക്കറ്റിൽ പിടിച്ചു നിർത്തുക. നിങ്ങൾ വെറും ഒരു വാങ്ങലുകാരനായിട്ട് നിർത്തുക. വേറൊന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക, ഞങ്ങളിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. ഇനി ഇപ്പം നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാഷിന്റെ അടുത്ത ആക്ടിവിറ്റീസ്, മാഷിന്റെ ഇനിയും പുസ്തകങ്ങൾ ഇറങ്ങാനുണ്ട്. എന്താണ് അതിലേക്ക് പോകുന്നത്? ഞാൻ പലപ്പോഴും ഇപ്പോൾ ഇവിടുന്ന് പോണ സമയത്ത് ഒരു പരിപൂർണമായ ഒരു ചിത്രം എനിക്കില്ലെങ്കിലും ഇപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് വെച്ചാൽ മറ്റേ മഹേഷ് പൗലോസ് എന്നുള്ളൊരു സുഹൃത്ത്. അപ്പോൾ ആ സുഹൃത്ത് ഒരു പബ്ലിക്കേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മീഡിയം കൂടി ഉണ്ട് ശരിക്കും അതിൽ. അപ്പോൾ ആ ഒരു ഇതിൽ കുറേ പുസ്തകങ്ങൾ ഇറക്കുക. അത് സാധാരണ ജനറൽ പുസ്തകങ്ങൾ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കും, അതും വേണം. അതിനേക്കോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം. അത് ശരി. കുട്ടികൾക്ക് അതാണ് കാരണം. ഇവിടെ ഏറ്റവും അധികം ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കുട്ടികളാണ്. കാരണം വലിയൊരു പുസ്തകം ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെ പുസ്തകങ്ങൾ ഇറങ്ങുന്നതിൽ എത്ര ബാലസാഹിത്യം ഒന്ന് ഷാജി കണക്കെടുത്ത് നോക്ക്. ഇപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ 600ഓളം പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എത്ര പുസ്തകം ഉണ്ടെന്ന് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. എനിക്ക് തോന്നുന്നത് വിരലിലെണ്ണാവുന്നത് പോലും ഉണ്ടാവില്ല. കുട്ടികൾ എഴുതിയ പുസ്തകമുണ്ട്, അതുപോലും വലിയവർക്ക് പറ്റുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഒരു കവിതകളായാലും ലേഖനങ്ങളൊക്കെ വളരെ കുറവാണ്. കുറച്ച് ലേഖനങ്ങളില്ല, പക്ഷെ പുസ്തകങ്ങളുണ്ട്. കുറച്ച് കുട്ടികളുടെ വളരെ കുറച്ച് എന്ന് വെച്ചാൽ പുതിയ എഴുത്തുകാരിലായാലും ബാക്കിയുള്ളവരിലായാലും ഒക്കെ. ഇപ്പം അടുത്ത ദിവസം സച്ചിദാനന്ദ ഇവിടെ വന്നപ്പോൾ സച്ചിദാനന്ദൻ്റെ ഒരു കവിത ഒരു കുട്ടി ചൊല്ലി. അതൊരു കുട്ടികൾക്ക്. അപ്പം അങ്ങനെ സച്ചിദാനന്ദൻ എന്നിട്ട് അന്ന് പറഞ്ഞിരുന്നു ശരിക്കും എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല കേട്ടാ, കുട്ടികൾ എഴുതിയ പുസ്തകങ്ങളും കഴിയുന്നത്ര. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, ഇംഗ്ലീഷാണ് അധികം വരുന്നത്, ഇവിടെ മലയാളം ഒന്നും വരാറില്ല. കാരണം മലയാളത്തിലുള്ള പുസ്തകമൊന്നും ഇവിടെ കുട്ടികളുടെ പുസ്തകം വരാറില്ല. അപ്പം അങ്ങനത്തെ അത് സ്കൂളുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് പുസ്തകങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന കാര്യം ഏറ്റവും സിമ്പിളാക്കാവുന്ന വെച്ചാൽ പരീക്ഷയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ കുറച്ച് പുസ്തകങ്ങൾ ഇറക്കണമെന്നും ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ബോർഡ് ക്ലാസ്സുകൾ ബേസ് ചെയ്തിട്ട്. അതോടൊപ്പം ഇപ്പം എൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ദോസ്റ്റോയെവ്സ്കിയുടെയും നീഷയുടെയൊക്കെ പോലെയുള്ള ആളുകളുടെ ജീവചരിത്രങ്ങൾ. വെച്ചാൽ ട്രാൻസ്ലേഷനായിട്ടാണ് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ട്രാൻസ്ലേഷൻ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ലൈല മജ്നു എന്നുള്ള പുസ്തകമായാലും, അതേപോലെ ജലത്തിന് പറയാനുള്ളത് എന്നുള്ള പുസ്തകവും കലഹിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ വേൾഡ് പോയട്രിയുടെ തന്നെ ഒരു കളക്ഷനാണ്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ആർക്കും വേണ്ട, അതുകൊണ്ടാണ് അത്. പക്ഷേ ലൈല മജ്നുവൊക്കെ ശ്രദ്ധിച്ചു ശരിക്കും. കാരണം അത് വിവർത്തനത്തിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും. കാരണം അതിൽ ലൈല മരിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം ഞാൻ ചെയ്തിട്ടുള്ളത് പൂനെയിൽ അന്ന് മോൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഈ ഇരുന്നു കൊണ്ട് ഞാൻ എഴുതുമ്പോൾ അന്ന് വെക്കേഷൻ സമയം, അപ്പോഴാണത് എഴുതിയിട്ടുള്ളത്. രാത്രി ഒരു 1:30 മണിയായിട്ടുണ്ട്. ആ സീൻ അവർ ലൈല മരിക്കുന്ന ഒരു സീനാണ്. നല്ല ഇടിയുണ്ട്, നല്ല മഴയുണ്ട്, കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വരാന്ത പോലെ ഉമ്മർത്തുണ്ട്, മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ ഇരുന്നിട്ടാണ് ഈ എഴുതുന്നത്. ഒരു ചെറിയ മഴ വരാത്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പുറത്ത് ഇങ്ങനെ തുറസായിട്ടുള്ള ടെറസ് ഉണ്ടല്ലോ ശരിക്കും. ഞാൻ ഈ രംഗം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പക്ഷി പെടഞ്ഞ് വീണിച്ചാൽ എന്തോ ഇത് കാറ്റത്താണോ ഈ കാറ്റ് എന്തോ അറിയില്ല, എൻ്റെ മുമ്പിലേക്ക് വന്ന് പെടഞ്ഞു വീണത് ചത്തു പോവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് പേടി, ഒരു വശത്ത് ആ രംഗം. കാരണം അതിലെ ഏറ്റവും ശക്തമായൊരു രംഗമാണ് ലൈല മരിക്കുന്ന ഒരു രംഗം. എനിക്കറിഞ്ഞുകൂടാ, ആ ഒരു പുസ്തകത്തിൽ തന്നെ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ
ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ളൊരു ഭാഗം അതാണ് ശരിക്കും. കാരണം അത്ര നമ്മൾ വൈകാരികമായിട്ട് അത് എത്തിച്ചേരുകയാണ് ശരിക്കും. അപ്പോൾ ഈ ഈ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം വിവർത്തനം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എന്താ പറയുക ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഈ ബെർണാഡ് പോലത്തെ കവിതകളൊക്കെ ഇരുന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര രസമാണെന്ന് ശരിക്കും. കാരണം ബെർണാഡ് കലഹിക്കുന്ന വാക്കുകളുള്ള പുസ്തകമുണ്ട്. ചിലൊരു പത്രത്തെക്കുറിച്ചുള്ള ഭയങ്കര ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഭയങ്കര ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരാളല്ലായിരുന്നു ശരിക്കും. നമ്മളിന്ന് വായിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് വേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ രാഷ്ട്രീയക്കാരടക്കം എന്ത് രസമായിട്ട് കളിയാക്കിയിട്ടുള്ളതെന്ന് അറിയും. അപ്പോൾ അത്തരത്തിലുള്ള അതോടൊപ്പം തന്നെ ഈ ചെറിയ ചെറിയ എസ്സേസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അത്തരത്തിലുള്ള ലേഖനങ്ങളും വിവർത്തനങ്ങളും ഇത് രണ്ടും എനിക്ക് എഴുതണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ എന്താ പറയുക എഴുത്തിൻ്റെ അതോടൊപ്പം കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചൊല്ലിച്ച് ഇന്ന് ഏറ്റവും കുറവുള്ളത് അതാണ് ശരി. കവിതകൾ റൈമിങ്സ്. ഇപ്പോൾ ഈ മലയാള ഭാഷ പഠിപ്പ് കുറയാനുള്ള ഒരു കാരണം, ഭാഷാ സ്നേഹം കുറയാനുള്ള ഒരു കാരണം, ഇപ്പം ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യും, വളരെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ KG ക്ലാസ് തൊട്ട് തന്നെ ഇഷ്ടംപോലെ റൈമിങ്സ് കൊടുക്കും. റൈംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ടിങ്കിൾ ടിങ്കിളൊക്കെ പോലുള്ള തുടങ്ങിയിട്ട് പല നമുക്ക് അങ്ങനത്തെ ഇല്ല. നമ്മൾ യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ണി മാഷയൊന്നും ശരിക്കും പ്രയോജനപ്പെടുത്തുന്നില്ല. അതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ കുട്ടികൾക്ക് എന്തിഷ്ടം. നമ്മളെന്താ പറയുക, അവർക്ക് മലയാളം ഇഷ്ടമല്ല വെറുതെ പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഓക്കെ, ഏതായാലും ഇത്രയും സമയം, വിലപ്പെട്ട സമയം മാഷ് ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് കാണാം അടുത്ത വരവിൽ. അതുപോലെ തന്നെ മാഷിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ. കൂടുതൽ പുസ്തകങ്ങൾ മാഷിൽ നിന്ന് ജനിക്കട്ടെ. എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. ഇപ്പോൾ ഷാജി ഇത് പറഞ്ഞപ്പോഴാണ്, കാരണം നമ്മൾ ഈ ഇവിടുന്ന് പോകേണ്ട കാര്യം വന്നപ്പോൾ ആദ്യം നമ്മൾ ഷാജിയാണ് അന്ന് സമീപിച്ചത്, ഓർമ്മയുണ്ട്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ ഇതായി പോയതാണ്. എന്തായാലും വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ആയാലും നമ്മളൊരു സംസാരമായാലും ഇതിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിൽ മനുഷ്യരിലേക്ക് മനുഷ്യത്വത്തിൻ്റെ അംശങ്ങൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ ഭാഷയോടുള്ള സ്നേഹം. വെച്ചാൽ ഇത് ഇന്ന് കുറഞ്ഞു വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം, ഇത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം ശരിക്കും. അപ്പോൾ അതിൽ എനിക്കൊരു അവസരം തന്നതിൽ ഞാനും എൻ്റെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം.